അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും. നിമിഷങ്ങളിൽ അതു പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം 6 അടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം 6 അടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാം. ഒരു ജീവിതം മാത്രം
അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. കരുണയുള്ള കർത്താവ് ആത്മവിവശതയിൽ സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറവിൻ്റെ തേജസ്സിൻ്റെ അത്യന്ത ശക്തിയിൽ കർത്താവ് പറയുന്ന വാക്ക് ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ദൈവീക മർമ്മങ്ങൾ ജ്ഞാനികൾക്ക് മറഞ്ഞിരിക്കും. വലിയ പരിജ്ഞാനമുള്ളവർക്ക് അത് വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. വലിയ പാണ്ഡിത്യമുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. വലിയ പാരമ്പര്യ തികവും അഭിമാനകരമായ പൂർവികമായ ശ്രേഷ്ഠതയുമുള്ളവർക്കും അത് മനസ്സിലാകണമെന്നില്ല. നല്ല വിദ്യാസമ്പന്നരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവികമായ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല. ദൈവികമായ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ദാനമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, അങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. സ്വർഗീയ മർമ്മങ്ങൾ, അതാണ് നാം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗൗരവതരമായ ധ്യാനത്തിന് നാം ശ്രദ്ധാവിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? കരയുകയാണ് ദൈവപുരുഷൻ, പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ശൗൽ പ്രാർത്ഥിക്കുന്നത്? സെൻറ്റ് പോളായിത്തീർന്ന ശൗൽ, തർസോസിലെ ശൗൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഓ റെച്ചഡ് മാൻ ദാറ്റ് ഐ ആം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ എത്ര നികൃഷ്ടനായ മനുഷ്യനാണ്, ഞാൻ എത്ര നീചനായ മനുഷ്യനാണ്. ഹൗ റെച്ചഡ് ഐ ആം, ഞാൻ എത്രമാത്രം അരിഷ്ടനാണ്. ഓ റെച്ചഡ് മാൻ ദാറ്റ് ഐ ആം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? കഴിഞ്ഞ പ്രാവശ്യം നാം അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. മനുഷ്യന് അസാധ്യമായത് ദൈവം സാധിപ്പിച്ചു തരുന്നു. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, ഞരങ്ങി കരഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന് നെടുവീർപ്പോടെ വിലപിച്ചു. എന്നാൽ
8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. പാപമയമായ എൻ്റെ ശരീരപ്രകൃതിയിൽ നിന്ന് എനിക്ക് മോചനം തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തിരുമനസ്സായിരിക്കുന്നു. എൻ്റെ പാപമയമായ പ്രകൃതി, എൻ്റെ തിന്മയുള്ള സ്വഭാവം, എൻ്റെ പഴയ മനുഷ്യൻ്റെ ജഡീക പ്രകൃതി, അതിൽ നിന്ന് എനിക്ക് മോചനം തരുവാൻ, എന്നെ ആ സ്വഭാവത്തിൽ നിന്ന് വിടർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തിരിഹിതമായി. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആന്തരികമായ സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു. ആത്മാവിൽ സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു. പാപത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു. പാപത്തിൻ്റെ ഭയാനകമായ ആക്രമണത്തിൽ നിന്ന് എനിക്ക് കർത്താവ് ജയം തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ്ലീഹ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ പേർത്തും പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നാം പ്രത്യേകിച്ച് കാണുന്നതായ ഒരു വലിയ സത്യമുണ്ട്. അതെന്താണെന്നോ, റിഡംപ്റ്റീവ് പവർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ശക്തി. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ റിഡംപ്റ്റീവ് പ്രൈസ് ഓഫ് ക്രൈസ്റ്റ്, വീണ്ടെടുപ്പിന് ക്രിസ്തു കൊടുത്ത വിലയാണ്. മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടർത്തുവാൻ ക്രിസ്തു കൊടുത്ത വില, റിഡംപ്റ്റീവ് പ്രൈസ്. ആ വീണ്ടെടുപ്പിൻ്റെ വിലയാണ് റോമർ ലേഖനം 3-ാം അധ്യായത്തിൽ കാണുന്നത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അത് കാണും. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവർക്കും നിലവിളിക്കാനേ വകയുള്ളൂ. ആത്മാർത്ഥതയുള്ള എല്ലാവർക്കും നെടുവീർപ്പെടാനേ വകയുള്ളൂ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപത്തിൻ്റെ അടിമകളാണ്. പാപം ചെയ്യാത്തപ്പോഴും പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൻ്റെ പ്രവൃത്തി വരാത്തപ്പോഴും പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൻ്റെ വാക്കുകൾ വരാത്തപ്പോഴും പാപത്തിൻ്റെ അടിമയാണ്. പാപത്തിൻ്റെ ചിന്ത വരാത്തപ്പോഴും പാപിയാണ്, പാപത്തിൻ്റെ അടിമയാണ്. ഒരു വ്യത്യാസവുമില്ല. പണ്ഡിതനെന്നും പാമരനെന്നും വ്യത്യാസമില്ല. അക്ഷരാഭ്യാസം ഉള്ളവനെന്നും നിരക്ഷരകുക്ഷിയെന്നും വ്യത്യാസമില്ല. സമ്പന്നനെന്നും ദരിദ്രനെന്നും വ്യത്യാസമില്ല. സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല. വൃദ്ധനെന്നും ശിശുവെന്നും വ്യത്യാസമില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയേ നീതീകരിക്കപ്പെടുന്നത്. അവൻ കൊടുത്ത പ്രൈസ് എന്താണ്? വില എന്താണ്? വിശ്വസിക്കുന്നവർക്ക് അവൻ, ക്രിസ്തു, തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം ക്രിസ്തുവിനെ, അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ത് മനോഹരമായ അനുഭവ സമ്പത്താണ് നമുക്കവിടെ കിട്ടുന്നത്. ദ റിഡംപ്റ്റീവ് പ്രൈസ്. ഇത് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു മർമ്മമാണ്. ഇത് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്ന്, പാപത്തിന് വിധേയമായ എൻ്റെ ആളത്വം ക്രിസ്തു മാറ്റിയെന്ന്, പാപമയമായ എൻ്റെ പ്രകൃതി ക്രിസ്തു രൂപാന്തരപ്പെടുത്തിയെന്ന്,
എൻ്റെ കോപസ്വഭാവം ക്രിസ്തു മാറ്റിയെന്ന്, എൻ്റെ വാശിയും വഴക്കും പിണക്കവും വൈരാഗ്യവും പകയും വിദ്വേഷവും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കർത്താവ് മാറ്റി തന്നു എന്ന് അനുഭവിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമാണ്. എൻ്റെ ജഡപ്രകൃതി കർത്താവ് മാറ്റി തരുന്നു എന്ന് അനുഭവിക്കുക ക്രിസ്തുവിന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണത്. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയും നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക്, ഞാനെന്ന് പറയുന്ന മനുഷ്യന്, പാവിയായ മനുഷ്യന്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് നിലവിളിക്കുന്ന മനുഷ്യന് ചെയ്യാൻ കഴിവുള്ളത് എന്താണ്? എനിക്ക് വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം ക്രിസ്തുവിനെ ക്രൂസിന്മേൽ പരസ്യമായി നിർത്തിയിരിക്കുന്നു, പരസ്യമായ കാഴ്ചയാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റോമർ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റിഡംറ്റീവ് പവർ നാം കാണുകയാണ്. എന്താണ് റിഡംറ്റീവ് പവർ? വീണ്ടെടുപ്പിൻ്റെ ശക്തി, വീണ്ടെടുപ്പിൻ്റെ കരുത്ത്. അതാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ ഈ ജയം നമുക്ക് അനുഭവവേദ്യമായി തീരുന്നു. ആത്മാവ് നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. ആർക്കാണ് ഈ ആത്മാവിനെ കിട്ടുക? ഈ പരിശുദ്ധാത്മാവിനെ ആർക്കാണ് കിട്ടുക? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് ജീവജലമാണെന്ന് പറയും. ജീവജലം, ജലം ഒഴുകുന്നത് താഴേക്കാണ്. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ ഉള്ളം താഴ്ത്തി വെച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. എനിക്ക് നന്മയൊന്നുമില്ല എന്ന് ഞാൻ അംഗീകരിച്ച്, എനിക്ക് അഭിമാനകരമായി ഒന്നുമില്ല എന്ന് ഞാൻ സ്വയം ഹൃദയത്തിൽ സമ്മതിച്ച്, വാക്കിലുള്ളതായ ഏതെങ്കിലും ഉച്ചാരണമല്ല, എൻ്റെ കർത്താവേ സത്യം, എൻ്റെ തനി ആളത്വം പാവമയമാണ്, ഓ റച്ചഡ് മാൻ ദാറ്റ് ഐ ആം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കുമെന്ന് ഉള്ളം നൊന്ത് എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മിലേക്ക് ഒഴുകിയെത്തി നമുക്ക് അസാധ്യമായത് നമുക്ക് സാധിപ്പിച്ച് തരുന്നു. ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം വാക്യം. ഇതിനു മുൻപ് നാം ചിന്തിച്ചിട്ടുള്ളൊരു വാക്യമാണത്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? മനസ്താപമുള്ളവർക്ക് കിട്ടും, മനോവിനയമുള്ളവർക്ക് കിട്ടും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ നിത്യനായ ദൈവം പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്താപം, തകർന്ന ഹൃദയം, ഓ റച്ചഡ് മാൻ ദാറ്റ് ഐ ആം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എൻ്റെ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ എന്നിൽ വന്നു പോകുന്നു, ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കാതെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യത്തക്കവണ്ണം ഒരു പാപത്തിൻ്റെ പ്രമാണം ഞാൻ എൻ്റെ ശരീരത്തിൽ കാണുന്നു. കർത്താവെ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാനൊരു നികൃഷ്ട മനുഷ്യൻ. ആ എളിമ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ആ താഴ്മ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഒഴുകിയെത്തും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. നമ്മുടെ ഹൃദയം താഴ്ത്തിക്കൊടുക്കുന്നു. പൗലോസിലേക്ക് സാധിച്ചത് അതാണ്. ആ എളിമ വന്നു, ആ താഴ്മ വന്നു, ആ മനോവിനയം വന്നു, ആ തകർന്ന ഹൃദയം വന്നു, ആ നുറുങ്ങിയ മനസ്സ് വന്നു. അത് ഒരു നിഷേധാത്മക സമീപനമല്ല, അത് ഒരു നെഗറ്റിവിറ്റി അല്ല, നെഗറ്റീവ് തിങ്കിങ് അല്ല, നിഷേധാത്മക സമീപനമല്ല. ഉള്ള അവസ്ഥ തുറന്ന് സമ്മതിക്കുകയാണ്. കർത്താവെ ഞാനൊരു പരാജയപ്പെട്ട മനുഷ്യനാണ്. കർത്താവെ ഞാൻ എത്രത്തോളം ആത്മാവിൽ ജയിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അത്രത്തോളം എന്നെ തളർത്താനും തകർക്കാനും ഒരു ശക്തി എൻ്റെ മേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു.
ആ ഭീകരമായ ശക്തി എൻ്റെ അകത്ത് വസിക്കുന്ന പാപത്തിൻ്റെ പ്രമാണമാണ്. അതിൻ്റെ അവകാശി പൈശാചികനാണ്, സാത്താനാണ്. അവൻ, ആ പിശാച് എന്നെ നശിപ്പിക്കാൻ അവൻ എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. നാഥ, ഞാൻ യത്നിച്ചാൽ ജയിക്കുകയില്ല. കർത്താവേ, ഞാൻ പരിശ്രമിച്ചാൽ ജയിക്കുകയില്ല. ഞാൻ അധ്വാനിച്ചാൽ ജയിക്കുകയില്ല. കർത്താവേ, ഞാൻ നിൻ്റെ കൃപയിൽ ചാരുന്നു. ഞാൻ നിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഞാൻ നിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്നു. ഞാൻ നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കേഴുന്നു. നാഥ, നീ എന്നെ സഹായിച്ചേ പറ്റൂ. നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. എനിക്കൊരു ജയജീവിതം വേണം. എൻ്റെ പാപ സ്വഭാവത്തിൻ്റെ മേൽ എനിക്ക് ജയം വേണം. എനിക്ക് പാപപ്രകൃതി മാറിക്കിട്ടണം. എനിക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം വരണം. ക്രിസ്തുവിൻ്റെ ആളത്വം വരണം. ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ വരണം. ദ വെരി ഇമേജ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ അതേ പ്രകൃതി എനിക്ക് ലഭിക്കണം. ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപമായി എനിക്ക് മാറണം. കർത്താവേ, അതിനു വേണ്ടിയാണല്ലോ നീ എന്നിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചു. നമുക്ക് വായിച്ചു നോക്കാം. റോമർ ലേഖനം 8-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങളിൽ നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീതീകരിക്കുന്നു, വിളിക്കുന്നു, മുന്നറിയുന്നു, മുൻ നിയമിക്കുന്നു, ദത്തെടുക്കുന്നു, ദൈവം തേജസ്കരിക്കുകയും ചെയ്യുന്നു. 7 കാര്യങ്ങൾ കഴിഞ്ഞ ഒരവസരത്തിൽ സൂചിപ്പിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ മുന്നറിഞ്ഞ ഈ മഹാത്ഭുതം അത് നമുക്ക് വ്യക്തിപരമായി അനുഭവിക്കേണ്ടതാണ്. വ്യക്തിപരമായി നാം അനുഭവിക്കേണ്ടതായ ഒരു മഹാത്ഭുതമാണ്. ക്രിസ്തു നമ്മെ നീതീകരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമുക്ക് ജയം തരുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ സ്വഭാവം മാറ്റുന്നത്. അത് നാം വ്യക്തിപരമായി അറിയേണ്ടതാണ്, വ്യക്തിപരമായി അനുഭവിക്കേണ്ടതാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് ഈ അനുഭവം ഉള്ളവരാണ്. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് ക്രിസ്തു ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചതും ക്രിസ്തു രൂപാന്തരപ്പെടുത്തിയതും അറിയുന്നവരാണ്. ആത്മാവിൻ്റെ പ്രമാണമാണ് മനുഷ്യ സ്വഭാവം മാറ്റുന്നത്. കോപം മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പാപം മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വഴക്ക് മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിച്ചിരുന്ന കുടുംബം, എന്നും വഴക്കടിച്ചിരുന്നതായ കുടുംബം, എന്നും കലഹിച്ചിരുന്ന കുടുംബം, ഭക്ഷണം ചിലപ്പോൾ കഴിക്കാതെ എഴുന്നേറ്റ് പോയിരുന്ന കുടുംബം, ഒരു മുറിയിൽ കിടക്കാതെ 2 മുറിയിലായി മാറിക്കിടന്ന കുടുംബം. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൽ, ഐക്യത്തിൽ, സന്തോഷത്തിൽ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ അത്ഭുതം പ്രവർത്തിക്കണ്ടേ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ അതിശയം നടക്കണ്ടേ? സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബം സ്വർഗമാകണ്ടേ? ഇനിയും നാം നരക ദുരിതത്തിൽപ്പെട്ട് വലയണമോ? ഈ ഭൂമിയിൽ നരകം രചിക്കണമോ? ഈ ഭൂമിയിൽ നരകം ഉണ്ടാക്കണമോ? ഐക്യം പുലരണ്ടേ? സ്നേഹം വളരണ്ടേ? വിശുദ്ധിയിൽ തികയണ്ടേ? ദൈവത്തിന് മഹത്വം കരയറ്റണ്ടേ? ദൈവത്തെ സ്തുതിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, സമാധാനം ക്രിസ്തു തരും. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു അതിശയം പ്രവർത്തിക്കും. രൂപാന്തരം ക്രിസ്തു തരും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വരും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വരും. നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറും. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിനെ, വചനമായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിപ്പീൻ. ക്രിസ്തുവിനോട് നിങ്ങളൊരു വാക്ക് പറയുവീൻ. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. യേശുവേ, എന്നെ രൂപാന്തരപ്പെടുത്താൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് നീ കൊടുത്ത വില വലുതാണ്. നിൻ്റെ തിരുരക്തമാണ് എനിക്ക് വേണ്ടി നീ ഇപ്പോൾ ചിന്തിയത്. നിൻ്റെ തിരുരക്തം തന്നെയാണ് എനിക്ക് വേണ്ടി നീ ഒഴുക്കിയത്. നിൻ്റെ ദിവ്യജീവനാണ് നീ അർപ്പണം ചെയ്തത്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, ഞാൻ ഇന്ന് നിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഞാൻ നിന്നോടൊരു വാക്ക് പറയുന്നു. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയാണ്. ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്. ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ സ്വഭാവം പ്രാപിച്ചൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. എന്നെ നീ കനിയണമേ, എന്നെ നീ കനിഞ്ഞു നോക്കണമേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് മനസ്സലിയണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും മേലോടുത്ത പരിശുദ്ധാത്മാവിന് ശക്തി പകരണമേ. വീണ്ടെടുപ്പിന് ശക്തി എല്ലാവരെയും ജ്വലിപ്പിക്കണമേ.
വീണ്ടെടുപ്പിന്റെ വില എന്ത് എന്ന് അറിയുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ. സുബോധത്തിന്റെ ആത്മാവിനെ അയക്കണമേ. വിശുദ്ധിയുടെ ആത്മാവിനെ പകരണമേ. സ്നേഹത്തിന്റെ ആത്മാവ് വ്യാപരിക്കണമേ. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മാവ് പുലരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.